ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം വോട്ട് കൊള്ളയിലൂടെയെന്ന് സീറോ മലബാർ തൃശൂർ അതിരൂപത മുഖപത്രം. വോട്ടുകൊള്ള ആസൂത്രിതമായി നടപ്പാക്കിയത് RSS ആണ് എന്ന് മുഖപത്രം കത്തോലിക്ക സഭയിലെ ലേഖനത്തിൽ പറയുന്നു. RSSന്റെ കെണിയിൽ ചില മെത്രാൻമാർ പോലും വീണു എന്നും പരാമർശമുണ്ട്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നിതിൻ, സുരേഷ് ഗോപിയുടെ വിജയത്തിൽ അതിൽ ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ പങ്കുണ്ട് എന്നത് അത് പൂർണ്ണമായും തള്ളുകയാണോ മുഖപത്രം? അനുജ, അങ്ങനെ തന്നെയാണ്. ഇതിൽ ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ പങ്കുണ്ടെന്ന ഈ ഒരു പ്രചരണത്തെ പൂർണ്ണമായും തള്ളുകയാണ്. കാരണം 2014 നിന്ന് 19 എത്തുമ്പോൾ ഏതാണ്ട് വോട്ട് ശതമാനം 4.66%, പിന്നീട് 10.99% അത് വർദ്ധിച്ചു. സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് വർധന ഉണ്ടായത് തൃശ്ശൂരിലാണ്. ഏത് നിലയിലാണ് തൃശ്ശൂരിൽ? അതായത് സംസ്ഥാനത്തെ ശരാശരി വോട്ട് വർധന 6.11%, തൃശ്ശൂരിൽ മാത്രം 10%-ലധികം വർധനവുണ്ടായി. ഈ വർധനവ് എങ്ങനെ വന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മാത്രമല്ല, വോട്ട് കൊള്ളയിലൂടെയാണ് സുരേഷ് ഗോപിയുടെ വിജയമെന്നും ഈ സിറോ മലബാർ സഭയുടെ തൃശൂർ അതിരൂപത മുഖപത്രമായ കത്തോലിക്ക സഭയിൽ ആരോപണം ഉന്നയിക്കുന്നു. മാത്രമല്ല, ഓരോ ബൂത്തിലും 10-20 പേരെ ചേർത്താൽ മതിയല്ലോ എന്നാണ് ഈ മുഖപത്രത്തിൽ ചോദിക്കുന്നത്. ആ നിലയിലുള്ള ഒരു വർധനവ് എന്തായാലും ഈ BJPക്ക് ഉണ്ടായത് അത് ക്രൈസ്തവ സഭയുടെ വോട്ട് കൊണ്ടല്ല, അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ടും കൊണ്ടല്ല, മറിച്ച് 1 ലക്ഷത്തോളം കള്ള വോട്ടുകൾ ഇവിടെ ചേർത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ വിജയമുണ്ടായത്. അതിനായി പ്രത്യേകിച്ചും ഈ കരുവന്നൂർ ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട് ആ വിഷയം വലിയ തരത്തിൽ പ്രചരണം ഉയർത്തിക്കാട്ടി ഈ പ്രത്യേകിച്ചും ഈ സ്ഥലങ്ങളിലൊക്കെ സുരേഷ് ഗോപി നടത്തിയ സന്ദർശനം അതൊക്കെ തന്നെ ഈ വിജയത്തിന്റെ പിന്നിൽ ഒരു വിജയത്തിന് കാരണമായി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എന്തായാലും RSSന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. സാമുദായികപരമായും അതോടൊപ്പം രാഷ്ട്രീയപരമായും BJPക്ക് സ്വാധീനമില്ലാത്ത ഒരു സ്ഥലം എങ്ങനെ BJPയുടെ A ക്ലാസ് പട്ടികയിൽ ഉൾപ്പെട്ടു? ഇതിനെല്ലാം അടിസ്ഥാനം നേരത്തെ തന്നെ RSS ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിരുന്നു. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസും ഇടതുപക്ഷവും ദൌർബല്യപ്പെടുന്നിടത്ത് BJP ഇത്തരം ചില ശ്രമങ്ങൾ നടത്തി. ആ ശ്രമത്തിന് പ്രധാനമായും കരുവണ്ണൂർ വിഷയവും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭ BJPയോട് അടുക്കുന്നു എന്ന് വരുത്തി തീർത്ത് ഈ ഒരു അണിയറയിൽ ഇത്തരമൊരു നീക്കം ഈ BJPയുടെ ഭാഗത്തുനിന്നും നടത്തിയിരിക്കുന്നത്. അങ്ങനെ 1 ലക്ഷത്തോളം വോട്ടുകൾ, കള്ള വോട്ടുകൾ ഇവിടെ ചേർത്തു. അതിനുശേഷമാണ് ക്രൈസ്തവ വോട്ടുകൾ ഈ BJPയോട് അടുക്കുന്നു എന്ന നിലയിൽ ഒരു പ്രചരണം നടത്തിയത്. ആ പ്രചരണത്തിന് അടിസ്ഥാനമില്ല, മറിച്ച് ഇത്തരം നീക്കത്തിലൂടെ ഈ വോട്ട് കൊള്ളയിലൂടെയാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്ന് ആവർത്തിക്കുകയാണ്. എന്തായാലും ഒപ്പം തന്നെ ഇതിൽ ചില മെത്രാൻമാർ RSSന്റെ കെണിയിൽ വീണു പോകുന്നു എന്ന വിമർശനം, കൂടാതെ കാസയ്ക്കും വിമർശനമുണ്ട് ലേഖനത്തിൽ, അല്ലേ? തീർച്ചയായും കാസയ്ക്കും അതോടൊപ്പം തന്നെ മെത്രാന്മാർക്കും ഇത്തരത്തിൽ വിമർശനം ഈ ഒരു മുഖപത്രത്തിലൂടെ പറയുന്നുണ്ട്. കാരണം വോട്ടർ പട്ടികയിലെ കൊള്ള തിരിച്ചറിയാൻ ക്രിസ്ത്യൻ പള്ളികളിലേക്കും കരുവണ്ണൂർ തട്ടിപ്പിന്റെ ഇരകളുടെ വീടുകളിലേക്കും കോളനികളിലേക്കും സുരേഷ് ഗോപിയുടെ യാത്ര ചെയ്തത് ആസൂത്രിതമാണെന്നും ഈ മുഖപത്രത്തിൽ പറയുന്നുണ്ട്. ആ നിലയിൽ തന്നെയാണ് ഈ മുഖപത്രത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഈ വിമർശനം വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാസയ്ക്കും ഈ കാസ കുത്തിവെക്കുന്ന വിഷബീജത്തിന്റെ ഉറവിടം തിരിച്ചറിയാത്ത സാമുദായിക നേതാക്കന്മാരോടും കഷ്ടമാണെന്ന് ഈ കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ വിമർശനം ഉന്നയിക്കുന്നു. എന്തായാലും നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിയമനത്തിലടക്കം അട്ടിമറി നടന്നതിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരമൊരു വിജയം എന്നാണ് ഈ കത്തോലിക്ക സഭ മുഖപത്രത്തിൽ പറയുന്നത്. അതിൽ ചില മെത്രാന്മാരുടെ ഇടപെടലിനെയും ഈ മുഖപത്രത്തിൽ ശക്തമായി തന്നെ വിമർശിക്കുന്നു. എന്തായാലും ക്രൈസ്തവ വോട്ടുകളിൽ ഒരു ചോർച്ചയോ അല്ലെങ്കിൽ BJPയോട് അടുക്കുന്ന ഒരു രീതിയിലോ ഉണ്ടായിട്ടില്ല. പകരം ഈ വോട്ട് കൊള്ളയിലൂടെയാണ് BJPയുടെ വിജയം, തൃശൂരിൽ വിജയം ഉണ്ടായതെന്ന് ആവർത്തിക്കുകയാണ് ഈ കത്തോലിക്ക സഭ മുഖപത്രത്തിലൂടെ. ക്രൈസ്തവ വോട്ടുകൾ വളരെ കൂടുതലായി ലഭിച്ചതിൽ കൂടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം ഉണ്ടായത് എന്നൊക്കെയുള്ള വാദങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി തള്ളുകയാണ് സിറോ മലബാർ സഭ. അവരുടെ മുഖപത്രം തൃശൂർ അതിരൂപത മുഖപത്രത്തിലാണ് ഇപ്പോൾ ഈ വിവരമുള്ളത്. വോട്ടുകൊള്ളയിലൂടെയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നത് കത്തോലിക്ക സഭയിലെ ലേഖനത്തിൽ പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.